ലൈംഗിക പീഡന കേസുകളിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ സംരക്ഷണമൊരുക്കുന്നു കോൺഗ്രസ് UDF. നിയമസഭയിൽ രാഹുലിനെ അയോഗ്യനാക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ആ ആവശ്യത്തെ എതിർക്കാനാണ് UDF പാർലമെൻ്ററി പാർട്ടിയുടെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാദം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി തരികയാണ്. നിർഭൻ, ഇവിടെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും നഗ്നനാക്കപ്പെട്ടു. എങ്ങനെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പീഡന വീരനെ അംഗീകരിക്കുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നതെന്ന് ഇന്ന് വ്യക്തമാകുന്നു. ഈ പരാതികളൊന്നും മെയിൻ്റനബിൾ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പരാതി ഒന്നും കോടതിയിൽ നിലനിൽക്കാൻ യോഗ്യമല്ല എന്ന വാദം. അതായത് അതിജീവിതകളെ അപമാനിക്കുന്നു, ശക്തമായി അപമാനിക്കുന്നു. ആ വാക്കുകളാണ് VD സതീശൻ പറയുന്നത്. എന്നിട്ടാണ് എത്തിക്സ് കമ്മിറ്റിയിൽ അയോഗ്യനാക്കാനുള്ള തീരുമാനം അട്ടിമറിക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ UDFൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏത് സാഹചര്യത്തിലാണ് അയാളെ അയോഗ്യനാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് പോകുന്നത്? അതിൻ്റെ സമഗ്രതയിലേക്കൊന്ന് പോയാൽ നിർഭൻ. ലൈംഗിക പീഡന കേസിൽ ഗുരുതരമായ കുറ്റത്തിന്റെ പ്രതിയേർക്കപ്പെട്ട നിരവധി ദിവസം ജയിലിൽ കിടന്ന രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ നിയമസഭ MLA പദവി ഗുരുതരമായ പറഞ്ഞോളൂ നിർഭൻ, ചില സാങ്കേതിക പിണഞ്ഞതാണ്. ശരി, തുടരുകയാണ്. ആ പ്രതി ചേർത്തതിന്റെ ഭാഗമായിട്ട് ഗുരുതരമായ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷ MLA ആയിട്ടുള്ള DK മുരളി ഇദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിക്സ് കമ്മിറ്റിക്കാണ് പരാതി നൽകുന്നത്. ആ പരാതി സ്വാഭാവികമായും ഈ വരുന്ന 5-ാം തീയതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ പരിഗണിക്കാനിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ UDF യോഗം തന്നെ, പാർലമെന്ററി പാർട്ടി യോഗം തന്നെ തീരുമാനിച്ചത്. ആ എത്തിക്സ് കമ്മിറ്റിക്കകത്ത് റോജി M ജോണും ഒപ്പം തന്നെ UA ലത്തീഫും 2 UDF അംഗങ്ങളാണുള്ളത്. ഈ 2 UDF അംഗങ്ങളും ഈ എത്തിക്സ് കമ്മിറ്റിയിൽ ഈ പറയുന്ന പരാതി വരുമ്പോൾ അതിനെ പൂർണ്ണമായി എതിർക്കാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഇത് സഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച UDFന്റെ നിലപാട് എന്താണ്, വാർത്തകൾ ശരിയാണോ എന്ന് ചോദിച്ചത്. അതിനാണ് VD സതീശന് മറുപടി നൽകിയത്. ഇത് അനാവശ്യ കീഴ്വഴക്കമുണ്ടാക്കും, ഇങ്ങനെ ഈ കുറ്റാരോപിതരായിട്ടുള്ള MLA-മാർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ല. അങ്ങനെ ഒരു അനാവശ്യ കീഴ്വഴക്കം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായി MLA-മാർ പ്രതിയാകുന്ന നിരവധി കേസുകൾ ഉണ്ടാവും. നിലവിൽ തന്നെ MLA-മാരായി പ്രവർത്തിക്കുന്ന പലർക്കുമെതിരെ കേസുണ്ട്. അങ്ങനെ കേസിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ട് കോടതി നടപടി എടുക്കുന്നത് വരെ ഒരാൾക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കില്ല എന്ന വാദമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിരത്തിയത്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് ബോധപൂർവ്വം ഉപയോഗിക്കുന്നില്ല. അത് പാലക്കാട് MLA-യുടെ കാര്യത്തിൽ എന്ന വാക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറയുന്നത്. പക്ഷെ ഒരു കാര്യം, UDF പ്രത്യേകിച്ച് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയെടുത്തുവെന്നും സംഘടനാപരമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും അത്തരം നടപടികൾക്ക് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന നരേഷൻ പരമാവധി UDF കേന്ദ്ര, പ്രത്യേകിച്ച് VD സതീശന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായി ഒരു MLA എന്ന നിലയിൽ ഇങ്ങനെ ഒരു അയോഗ്യനാക്കണമെന്ന നിലപാട് ഭരണപക്ഷത്തെ ഒരു MLA ഒരു നോട്ടീസ് നൽകുമ്പോൾ അതിനെ പാടെ എതിർക്കാൻ VD സതീശൻ തയ്യാറാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മാത്രമല്ല നിയമപരിജ്ഞാനമുള്ള ഈ VD സതീശൻ പറയുകയാണ്, ഇവരുടെ പരാതി ഒന്ന് പറഞ്ഞാൽ ഈ പരാതി ഒന്നും നിലനിൽക്കത്തക്കതല്ല, അംഗീകരിക്കപ്പെടാവുന്ന ഒരു യോഗ്യത അതിനില്ല എന്ന തരത്തിലേക്ക് VD സതീശൻ പറഞ്ഞു. ഒന്നത്. 2, സാധാരണഗതിയിലുള്ള ഒരു കേസുകളുടെ തുടർച്ച എന്ന അർത്ഥത്തിലാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് വിടുന്നൊരു കാര്യത്തെ സംബന്ധിച്ച് സ്പീക്കർ പറഞ്ഞതും ആലോചിച്ചതും? നിരന്തരമായി ഒരാളെക്കുറിച്ച് ഒരേ രീതിയിൽ ഒരു സൈക്കോപാത്ത് സ്വഭാവത്തിൽ ലൈംഗിക പീഡന പരാതികൾ വരുന്നു, അത് വെളിവാകുന്ന ഓഡിയോ സന്ദേശങ്ങൾ പുറത്തെത്തുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് റിപ്പീറ്റഡ് ആകുന്നു, വീണ്ടും 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 അങ്ങനെ ഉണ്ടാകുന്നു. 3 പേർ തന്നെ, 1, 2, 3 പേർ തന്നെ റിട്ടേൺ പരാതി കൊടുക്കുന്നു. പലരും പബ്ലിക് ഡൊമൈനിൽ തന്നെ ഇത് പറയുന്നു, സോഷ്യൽ മീഡിയയിലടക്കം തങ്ങൾക്ക് അത്തരത്തിൽ അശ്ലീലം അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പൊതു സാഹചര്യം രൂപപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്, അല്ലാതെ ഒരു MLA-ക്കെതിരെ ഉണ്ടായ ഒരു പീഡന പരാതിയോ അല്ലെങ്കിൽ ഒരു ലൈംഗിക ആരോപണമോ ഒന്നുമല്ല. ഇവിടെ ഇത്തരത്തിൽ ഓഡിയോ സന്ദേശം അടക്കം പുറത്തു വരികയും അത് റിപ്പീറ്റ് ആകുകയും ചെയ്യുന്ന ഒരു സൈക്കോപാത്ത് രീതിയിൽ ഒരു MLA നിലനിൽക്കുന്നു. അയാൾ വീണ്ടും അത്തരത്തിൽ ആ സ്ഥാനം ഉപയോഗിച്ച് സ്ത്രീകളെ വശമതമാക്കില്ലേ, അല്ലെങ്കിൽ മീൻസ് സ്ത്രീകളെ പീഡിപ്പിക്കില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം സമൂഹത്തിൽ ഉയരുന്ന ഘട്ടത്തിലാണ്
നിയമസഭയുടെ അന്തസ് എന്ന അർത്ഥത്തിൽ അത് എത്തിക്സ് കമ്മിറ്റിക്ക് വിടുകയും അയോഗ്യനാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് വി ഡി സതീശൻ ആ പറയുന്നത് ശരിയാണോ? ഒന്ന്. രണ്ട്, പരാതി അംഗീകരിക്കപ്പെടാവുന്നതല്ല, അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നത് എങ്ങനെ വി ഡി സതീശൻ ഇപ്പോൾ? ഈ 2 പോയിന്റില്ലേ അവിടെ പ്രധാനമായും നിർഭൻ? അജിംഷാദ് അദ്ദേഹത്തിന്റെ പരാതി, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലെ ആദ്യ ഭാഗം എടുക്കുമ്പോൾ അദ്ദേഹം പരാതി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നിയമസഭ എത്തിക്സ് കമ്മിറ്റിയിൽ DK മുരളി നൽകിയ പരാതിയെ സംബന്ധിച്ചാണ്. കേസുമായി ബന്ധപ്പെട്ട പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ഭാഗത്തിന്റെ ഭാഗം മാത്രം അടർത്തിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശയക്കുഴപ്പമാണ്. നമ്മൾ പ്രതിപക്ഷ നേതാവായിരുന്നാലും അത് വ്യക്തമായി പറയണമല്ലോ. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം DK മുരളി നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാ കേസിനെ സംബന്ധിച്ചും തന്റെ നിലപാട് ഇതാണ്. കാരണം MLA പദവിയിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ക്രിമിനൽ കേസ് ഉണ്ടായാൽ അവരെല്ലാം അയോഗ്യത ആക്കണം എന്ന തരത്തിൽ നോട്ടീസ് നൽകിയാൽ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു കമ്മിറ്റിക്ക് സംബന്ധിച്ച് അങ്ങനെ MLA-മാർക്കെതിരെ നടപടിയെടുത്താൽ എന്താകുമെന്നതാണ് പക്ഷേ അങ്ങനെ സാമാന്യവൽക്കരിക്കാവുന്ന ഒരു സാഹചര്യമാണോ ഇവിടെ ഉള്ളത് അല്ലേ? അദ്ദേഹത്തിന്റെ പ്രതികരണത്തില് രണ്ടാമത്തെ അതിലേക്കാണ് ഞാൻ വരുന്നത് അജിംഷാദ്. പക്ഷെ ഈ പരാതിയുടെ ഗൗരവത്തെ സംബന്ധിച്ച് ബോധപൂർവം പ്രതിപക്ഷ നേതാവ് അത് തന്നെ മാധ്യമപ്രവർത്തകർ വീണ്ടും ആവർത്തിച്ച് അദ്ദേഹത്തിന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വെറും ഒരു ക്രിമിനൽ കേസിന്റെ പരാതി അല്ലല്ലോ. ആ സഭയിൽ അംഗങ്ങളായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപാട് നേതാക്കൾ MLA-മാർ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. രാഷ്ട്രീയ സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള നിരവധി കേസുകളുണ്ട്. ഈ MLA-മാരുടെ പ്രത്യേക കോടതിയിൽ കൊച്ചിയിൽ തന്നെ MLA-മാർക്കെല്ലാം നിരവധി കേസുകളുണ്ട്. പക്ഷെ അത്തരം MLA-മാർക്കെതിരെ അയോഗ്യരാക്കണമെന്ന് പറഞ്ഞ് ഒരു ഭരണപക്ഷമോ പ്രതിപക്ഷമോ കത്ത് നൽകുന്നില്ല. എത്തിക്സ് കമ്മിറ്റിയിൽ അങ്ങനെ ഒരു നോട്ടീസ് വരുന്നുമില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഒന്നിലധികം നിരന്തരമായ പരാതികൾ, ഇരകളുടെ പരാതി സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം കേസെടുക്കുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹം ജയിലിലാകുന്നു. അത് സംബന്ധിച്ചും വീണ്ടും ഇരകൾ അധിക്ഷേപിക്കുന്ന വലിയ തരത്തിലുള്ള പ്രകോപനപരമായ പ്രതികരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ വലിയ തരത്തിൽ ഇരകൾ അധിക്ഷേപിക്കുന്ന സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരാളിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴും എത്തിക്സ് കമ്മിറ്റിയിൽ വരുമ്പോൾ അതിനെ പാടെ നിരാകരിക്കാൻ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിയുന്നു എന്നതാണ്. അവിടെ വരുമ്പോൾ നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ MLA-മാർക്ക് ചൂണ്ടിക്കാട്ടാനോ അങ്ങനെ കീഴ്വഴക്കമില്ല എന്ന അഭിപ്രായം പറയുകയും ചെയ്യാം. പക്ഷേ UDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ട് ഈ പറയുന്ന പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് UDF യോഗമെടുക്കുകയാണ്. അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ മാധ്യമങ്ങളോട് പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.